السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. ദർസുൽ ഖുർആനിൻ്റെ പ്രതിവാര ക്ലാസ്സിൽ 65-ാമത്തെ അധ്യായം സൂറത്തു ത്വലാഖിലെ 7 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചത്. പ്രസ്തുത അധ്യായത്തിലെ അതിന് ശേഷമുള്ള 8, 9, 10 ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ക്ലാസിൻ്റെ ആവശ്യകതയും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുമൊക്കെ മുമ്പ് പലതവണ നമ്മൾ ആവർത്തിച്ചിട്ടുള്ളതാണ്, വിശദീകരിച്ചിട്ടുള്ളതാണ്. ഖുർആൻ നേർക്ക് നേരെ അതിൻ്റെ വചനങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുകയും അവയിലൂടെ നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളെ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. അത് നമ്മുടെ പരലോകത്തെ വിജയത്തിലേക്കുള്ള വഴികാട്ടിയാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാതെയും അറിയാതെയും മരണപ്പെട്ടു പോവുക എന്നുള്ളത് വലിയ ഒരു അപരാധം തന്നെയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. കാരണം പ്രവാചകന്മാരിലൂടെ ഓരോ സമുദായങ്ങളിലേക്കും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ, ജീവിത മാർഗരേഖകൾ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ അവസാന മനുഷ്യകുലത്തിനായി അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ആ വേദഗ്രന്ഥം അത് സ്വയം വിശേഷിപ്പിക്കുന്നത് പോലെ യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും നേരായതിലേക്ക് വഴി കാണിക്കുന്നു എന്നതാണ്. അതിന് കാരണം അത് ദൈവികമായ വചനങ്ങളാണ് എന്നുള്ളത് തന്നെയാണ്. മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പകർത്തേണ്ട ആരാധനകളുടെയും പെരുമാറ്റ മര്യാദകളുടെയും കർമ്മകാര്യങ്ങളുടെയും അങ്ങനെ എല്ലാ കാര്യങ്ങളുടെയും സമ്പൂർണമായ മാർഗദർശനങ്ങൾ അടങ്ങിയിട്ടുള്ള വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ അള്ളാഹു ഓരോ അധ്യായത്തിലും വ്യത്യസ്തമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും മാർഗദർശനങ്ങളും മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന 65-ാമത്തെ അധ്യായം, ആ അധ്യായത്തിലും മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിൽ അവൻ പാലിക്കേണ്ട അല്ലെങ്കിൽ ഉണ്ടായേക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ, അവ എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്ന് അവനെ പഠിപ്പിക്കുന്ന, അവന് മാർഗദർശനം നൽകുന്ന ദൈവിക വചനങ്ങളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, അഥവാ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ 1 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ വിശദീകരിക്കുകയുണ്ടായി. അതിനുശേഷമുള്ള ആയത്തുകൾ പൊതുവായി
മനുഷ്യർക്ക് നൽകുന്ന ചില താക്കീതുകളാണ്. ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന 8, 9, 10 വചനങ്ങൾ അത്തരം ചില കാര്യങ്ങളാണ് നമ്മൾക്ക് ഓർമ്മപ്പെടുത്തുന്നത്. അതിൽ 8-ാമത്തെ വചനം ആദ്യം വായിക്കുകയും അതിന് നേർക്ക് നേരെയുള്ള അർത്ഥം നമുക്ക് പഠിക്കുകയും ചെയ്യാം. അതിനുശേഷം ആ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകഅയ്യിൻ മിൻ ഖർയത്തിൻ അതത് അൻ അംരി റബ്ബിഹാ വറസുലിഹി ഫഹാസബ്നാഹാ ഹിസാബൻ ശദീദാ وحاسبناها حسابا شديدا وعذبناها عذابا نكرا. ഈ ഒന്നാമത്തെ ആയത്തിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ച വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യർക്ക് പൊതുവായി ചില താക്കീതുകൾ പൂർവ സമുദായങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നൽകുകയാണ്. ഒക്കെ അയ്യിമ്മിൻ ഖറിയത്തിൻ, എത്രയെത്ര അല്ലെങ്കിൽ എത്ര രാജ്യമാണ് അല്ലെങ്കിൽ രാജ്യക്കാരാണ്, ആതത് അവർ ധിക്കാരം കാണിച്ചു, അൻ അംരി റബ്ബിഹ അവരുടെ റബ്ബിന്റെ രക്ഷിതാവിന്റെ കൽപ്പനകളോട് അവർ ധിക്കാരം കാണിക്കുകയുണ്ടായി, വറുസുലിഹി അവരുടെ ദൂതന്മാരുടെയും അവരിലേക്ക് വന്ന ദൂതന്മാരുടെയും കൽപ്പനകളോട് ആ ജനത അല്ലെങ്കിൽ ആ രാജ്യക്കാർ ധിക്കാരം കാണിക്കുകയുണ്ടായി. അപ്പോൾ എത്രയോ രാജ്യക്കാര് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ അവർ അവരുടെ റബ്ബിന്റെ കൽപ്പനകളോട് അവരിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരുടെ ദൈവദൂതന്മാരുടെ നിർദ്ദേശങ്ങളോട് ധിക്കാരം കാണിക്കുകയുണ്ടായി എന്ന് അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇന്ന് ധിക്കാരം കാണിക്കുന്നവർക്കുള്ള പാഠമാണല്ലോ. ഫഹാസബിനാഹ നാം അവരെ വിചാരണ ചെയ്തു, ഹിസാബൻ ശദീദ കഠിനമായ വിചാരണ നാം അവരുടെ മേൽ നിർവഹിക്കുകയുണ്ടായി, വഅദ്ദബിനാഹ നാം അവരെ ശിക്ഷിക്കുകയും ചെയ്തു, അദാബൻ നുക്റ ഹീനമായ ശിക്ഷ എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഖുർആൻ മറ്റ് ചില സ്ഥലങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ ഇതിനോട് ചേർത്ത് വായിക്കണം. കാരണം ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് ഒക്കെ അയ്യിമ്മിൻ ഖറിയത്തിൻ, നമുക്കറിയാം എത്രയോ ജനതകളും സമുദായങ്ങളും എത്രയോ രാജ്യക്കാരുമൊക്കെ ഈ ലോകത്ത് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. ഒരുപാട് പഴക്കമുണ്ടല്ലോ ഈ മനുഷ്യൻ അധിവസിക്കുന്ന ഭൂമിക്ക്. ആ ഭൂമിയിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ പല ജനവിഭാഗങ്ങളും പല ആളുകളും ഈ ലോകത്തേക്ക് വരികയുണ്ടായി. എന്നാൽ എല്ലാവരിലേക്കും അള്ളാഹു ദൈവദൂതന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹു ഇവിടെ പറയുന്ന ഒരു കാര്യം, വകഅയ്യിമ്മിൻ ഖറിയത്തിൻ എത്ര അല്ലെങ്കിൽ എത്രയെത്ര രാജ്യക്കാരാണ്, അൻ അംരി അതത് അൻ അംരി റബ്ബിഹ, അതാ യഅതു എന്ന് പറഞ്ഞാൽ അതിരുവിടുക, ധിക്കാരം കാണിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അൻ അംരി റബ്ബിഹ അവരുടെ റബ്ബിന്റെ നിർദ്ദേശങ്ങളോട് കൽപ്പനകളോട് അവർ ധിക്കാരം കാണിച്ചു. മാത്രമല്ല വറുസുലിഹി ആ ദൈവദൂതൻ ആ പ്രവാചകൻ അവരുടെ റബ്ബ് അവരിലേക്ക് അയച്ച ദൈവദൂതന്മാരുടെയും കൽപ്പനകളോട് പല ജനതകളും പല രാജ്യക്കാരും ധിക്കാരം കാണിക്കുകയുണ്ടായി എന്ന് അള്ളാഹു പറയാട്ടോ. അപ്പോൾ ധിക്കാരം കാണിക്കുക എന്ന് പറയുമ്പം കുറെ ജനതകളുടെ ധിക്കാരങ്ങളും അവരുടെ അതിര് കവിയലുകളും ഖുർആനിൽ തന്നെ പല അധ്യായങ്ങളിലായി നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു ജനത അല്ലെങ്കിൽ ഒരു വ്യക്തി അവൻ കഠിനമായ ധിക്കാരിയായി മാറുമ്പോൾ കുറെയൊക്കെ അവൻ അള്ളാഹു സമയം നീട്ടിക്കൊടുക്കും. എന്തിന്? ഒരുപക്ഷെ അവൻ ചിന്തിക്കുകയും നേരിലേക്ക് മടങ്ങുകയും ചെയ്തേക്കാം എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, അതായത് അള്ളാഹു ഒരു ജനതയെ അക്രമികളായി എന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവരെ പിടികൂടി ശിക്ഷിക്കും എന്നല്ല അള്ളാഹു പറയുന്നത്. അക്രമത്തിൽ നിന്ന്
പിന്തിരിയാനുള്ള അവസരങ്ങളും സമയവും സാവകാശവും അള്ളാഹു അവർക്ക് നൽകും. എന്നിട്ടും അവർ ശരിയാകുന്നില്ലെങ്കിലാണ് അവരുടെ അള്ളാഹുവിന്റെ ശിക്ഷ പിടികൂടുക. മഹാനായ പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ ലയുംലി ലിദ്ദാലിമി ഹത്താ ഇദാ അഖദഹു ലം യുഫ്ലിതുഹു. അതായത് ഒരു അക്രമിക്ക് അള്ളാഹു സമയം നീട്ടി നൽകും, എന്നാൽ അവൻ ശരിയാകുന്നില്ല, അക്രമത്തിൽ നിന്ന് പിന്തിരിയുന്നില്ല എങ്കിൽ അത് അക്രമി ഒരാളാവട്ടെ ഒരു ജനതയാകട്ടെ അവർക്കൊക്കെ അള്ളാഹു സമയം നീട്ടിക്കൊടുക്കും. പക്ഷേ അവർ അതിൽ നിന്ന് പിന്തിരിയുന്നില്ലെങ്കിൽ എന്തു ചെയ്യും? ഹത്ത ഇദ അഖദഹു, അള്ളാഹു അവരെ പിടികൂടും. പിടികൂടിയിട്ടോ സുമ്മ, പിന്നീട് എന്താണ് സംഭവിക്കുക? അള്ളാഹുവിന്റെ ശിക്ഷ അവരെ പിടികൂടിക്കഴിഞ്ഞാൽ ലം യുഫ്ലിതുഹു, പിന്നെ അവർക്ക് കുതറി രക്ഷപ്പെടാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതിനുശേഷം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിലെ ഒരു വചനം പ്രവാചകൻ പാരായണം ചെയ്തു. وكذلك أخذ ربك إذا أخذ القرى وهي ظالمة إن أخذه عليم شديد. അള്ളാഹു പറയട്ടോ, ഈ ജനതകൾ വകദാലിക, അപ്രകാരം തന്നെ അള്ളാഹു എന്ത് ചെയ്യുന്നു? ഈ ജനവിഭാഗങ്ങളെ അല്ലെങ്കിൽ രാജ്യക്കാരെ അവൻ പിടികൂടി ശിക്ഷിക്കും. അങ്ങനെ പിടികൂടി ശിക്ഷിച്ചു കഴിഞ്ഞാൽ ആ ശിക്ഷ അതികഠിനമായിരിക്കും. അപ്പൊ കുറേപ്പോ നമ്മൾക്ക് ചിലപ്പോൾ ചില ആളുകളെ അല്ലെങ്കിൽ ചില രാജ്യങ്ങളെ, വേറെ ചില രാജ്യങ്ങളെ അല്ലെങ്കിൽ വേറെ ചില ജനതകളെ, പാവപ്പെട്ടവരായ അശരണരായ ആളുകളെ അവരുടെ സൈനിക ശക്തി കൊണ്ട്, അവരുടെ സാമ്പത്തിക ശക്തി കൊണ്ടൊക്കെ ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇന്നും നമുക്കറിയാം, നമ്മുടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലും അതുപോലെ തന്നെ സുഡാനിന്റെ പല ഭാഗങ്ങളിലും ഒക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അള്ളാഹു ഇതൊന്നും കാണാത്തവനല്ല. അതുകൊണ്ട് തന്നെ എല്ലാ അക്രമികൾക്കുമുള്ള ഒരു താക്കീതായിട്ട് അള്ളാഹു പറയാണ്. ഇതിന്റെ മുമ്പ് എത്രയോ രാജ്യക്കാരും എത്രയോ ആളുകളും ഇങ്ങനെ അക്രമം പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ റബ്ബിന്റെ നിർദ്ദേശങ്ങളോടും പ്രവാചകന്മാരുടെ കൽപ്പനകളോടും അവർ ധിക്കാരം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹു പറയുന്നത് എന്താ അറിയോ? അടുത്ത ആയത്തിന്റെ അടുത്ത ഭാഗത്ത് പറയാ, ഫഹാസബിനാഹ ഹിസാബൻ ശദീദ, നാം കഠിനമായി അവരെ വിചാരണ ചെയ്യുകയുണ്ടായി. അദബിനാഹ, നാം അവരെ ശിക്ഷിക്കുകയും ചെയ്തു. അദാബൻ നുക്ര, വേദനാജനകമായ അല്ലെങ്കിൽ ഹീനമായ ശിക്ഷ നാം അവർക്ക് നൽകുകയുണ്ടായി എന്ന് അള്ളാഹു പറയുന്നുണ്ട്. നമുക്കറിയാം, ഖുർആനിലെ പല ഭാഗങ്ങളിൽ ആദ് സമുദായത്തെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ സമൂദ് സമുദായത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവരെല്ലാവരും അവരുടെ റബ്ബിന്റെ കൽപ്പനകളെ ധിക്കരിക്കുകയും അവരുടെ പ്രവാചകന്മാരിലൂടെ അള്ളാഹു അറിയിച്ച കാര്യങ്ങളോട് അനുസരണക്കേട് കാണിക്കുകയും ആ പ്രവാചകന്മാരുടെ കൽപ്പനകളോട് ധിക്കാരപൂർവം പെരുമാറുകയും ചെയ്തു. അവർ വലിയ ശക്തിയും വലിയ കഴിവുമുള്ള ആളുകളായിരുന്നു. കായിക ബലവും ശാരീരിക ശക്തിയുമുള്ള ആളുകളായിരുന്നു. അത്തരം ആളുകളെ അള്ളാഹു എന്തു ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പല അധ്യായങ്ങളിലായി ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഫഅമ്മ ആദുൻ ഫസ്തക്ബറു ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, യാതൊരു ന്യായവും കൂടാതെ ആ ആദ് സമുദായം ഭൂമിയിൽ അഹങ്കാരികളായി. വഖാലു, അവരിങ്ങനെ അഹങ്കാരത്തോടു കൂടി ചോദിച്ചു, മൻ അശദ്ദു മിന്നാ ഖുവ, ഞങ്ങളെക്കാൾ ശക്തിയുള്ളവരാരാണ് എന്നവർ ചോദിക്കുകയുണ്ടായി. അവലം യറൗ, അവർ മനസ്സിലാക്കുന്നില്ലേ, അന്നല്ലാഹല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ, അല്ലാഹു അവരെ സൃഷ്ടിച്ചവനായ റബ്ബ്, ആ റബ്ബാണ് അവരെല്ലാവരെക്കാളും ശക്തിയുള്ളവൻ എന്നവർ മനസ്സിലാക്കുന്നില്ലേ? നോക്കൂ നിങ്ങൾ, എന്തുമാത്രം ധിക്കാരികളും അഹങ്കാരികളുമായിരുന്നു ആ ജനത. എന്നിട്ട് ആ ജനത അവര് അക്രമം അല്ലെങ്കിൽ അവരുടെ ആ അഹങ്കാര നിമിത്തം പല വാക്കുകളും പല വെല്ലുവിളികളും അവർ നടത്തുകയുണ്ടായി. ഞങ്ങളെക്കാൾ കഴിവുള്ളവരാരാണ്, ഞങ്ങളെക്കാൾ ശക്തിയുള്ളവരാരാണ്, ഞങ്ങളെക്കാൾ ബലിഷ്ഠരായ ശാരീരിക കായിക ബലമുള്ളവരാരാണ് എന്നൊക്കെയായിരുന്നു അവരുടെ അഹങ്കാരം എന്ന് ഖുർആൻ പറയാണ്. അപ്പൊ പടച്ചവൻ അവർക്ക് നൽകുന്ന ഒരു മറുപടി എന്താ അറിയോ? ഇവരെ സൃഷ്ടിച്ചവനായ ആ പടച്ചവനെ വിസ്മരിച്ചുകൊണ്ടാണല്ലോ അവർ ഈ അഹങ്കാരപൂർവം ഈ വാക്കുകൾ അല്ലെങ്കിൽ ഈ വെല്ലുവിളികൾ നടത്തുന്നത്.
അപ്പൊ അള്ളാഹു അവരോട് പറഞ്ഞു, അവരെ സൃഷ്ടിക്കുന്നവനായ അവരുടെ രക്ഷിതാവല്ലേ അവരെക്കാൾ ശക്തിയുള്ളവൻ എന്നവർ മനസ്സിലാക്കുന്നില്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? ആ രക്ഷിതാവ് വിചാരിച്ചാൽ ഈ കഴിവുകൊണ്ടും ശക്തി കൊണ്ടുമൊക്കെ ഇങ്ങനെ അഹങ്കരിക്കുന്ന ആളുകളെ ഒരു നിമിഷത്തിന്റെ വളരെ കുറഞ്ഞൊരംശം കൊണ്ട് അവരെ നശിപ്പിക്കാൻ ആ സൃഷ്ടാവായ അള്ളാഹുവിന് സാധിച്ചിട്ടുമുണ്ട്. അതാണ് ഖുർആൻ പറയുന്നത്. എത്രയോ ജനതകൾ ഇങ്ങനെ അഹങ്കരിക്കുകയുണ്ടായല്ലോ. നാം അവരെ കഠിനമായി വിചാരണ നടത്തുകയും ഹീനമായ ശിക്ഷ നാം അവരിൽ ഇറക്കുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ. അപ്പൊ ഇവിടെ ഒരു പാസ്റ്റ് ടെൻസ് അഥവാ കഴിഞ്ഞ കാല ഒരു സംഭവമായിട്ടാണ് അവരെ നാം വിചാരണ ചെയ്യുകയും അവരെ നാം ശിക്ഷിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന ആ ആയത്തിലെ പ്രയോഗത്തിന്റെ രീതി ഒരു പാസ്റ്റ് ടെൻസ് ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചില മുഫസ്സിരീങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം, പരലോകത്ത് അവർക്ക് നേരിടാനിരിക്കുന്ന ആ വിചാരണയെയും അവർക്ക് ലഭിക്കാനിരിക്കുന്ന ശിക്ഷയെയും ഭൂതകാല രൂപത്തിൽ അള്ളാഹു എടുത്തു കാട്ടിയിരിക്കുകയാണ് എന്നതാണ് ഭൂരിഭാഗം അല്ലെങ്കിൽ മിക്കവാറും മുഫസ്സിറുകൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മറ്റൊരഭിപ്രായം, ഈ ലോകത്ത് വെച്ച് തന്നെ അവർ അനുഭവിക്കേണ്ടി വന്ന വിചാരണയും ശിക്ഷയുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നതാണ്. മാത്രമല്ല പട്ടിണി, വരൾച്ച, ക്ഷാമം മുതലായ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ ഈ പൂർവ്വ സമുദായങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന ഒരഭിപ്രായമുണ്ട്. എന്നാൽ രണ്ടഭിപ്രായങ്ങളാണെങ്കിലും മൊത്തത്തിൽ ഈ ആയത്തിന്റെ ആശയത്തിൽ നിന്നും തത്വത്തിൽ നിന്നും ഒന്നും അത് പുറത്തല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അക്രമികളാകുന്ന ആളുകൾക്ക് അവരുടെ ധിക്കാരത്തിൽ നിന്ന് അവർക്ക് പിന്മാറാൻ അള്ളാഹു സമയം നൽകും. എന്നാൽ പിന്മാറുന്നില്ലെങ്കിൽ അവരെ പിടികൂടി ശിക്ഷിക്കും. അങ്ങനെ ശിക്ഷിച്ചിട്ടുണ്ട് മുൻ പൂർവികരെ എന്ന ഒരു ശക്തമായ താക്കീതും ഓർമ്മപ്പെടുത്തലുമാണ് അള്ളാഹു ഇവിടെ നൽകുന്നത്. അപ്പൊ ഇത് എപ്പോഴാണ് പറയുന്നത്? സൂറത്തു ത്വലാഖിലെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകളിൽ തലാഖിന്റെ ഓരോ ഘട്ടങ്ങളും ഇദ്ദയുടെ കാലാവധികളും അത് എങ്ങനെ ആയിരിക്കണമെന്നതും എന്തിനാണ് ഇണകൾ ശ്രമിക്കേണ്ടത് എന്നതും അവർ പരസ്പരം ഒന്നിച്ചു പോകാൻ വേണ്ടിയാണ് ത്വലാഖിന് വിവിധ ഘട്ടങ്ങൾ നൽകിയത് എന്നും, എന്നാൽ ഇതൊക്കെ നടപ്പാക്കേണ്ട ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പരസ്പരം മാന്യമായിട്ടായിരിക്കണം അത് ചെയ്യേണ്ടത് എന്നും അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ഒരിക്കലും തന്നെ അവഗണിക്കരുത് എന്നൊക്കെ താക്കീതുകളും കൽപ്പനകളും നിർദ്ദേശങ്ങളും 1 മുതൽ 7 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു നൽകിയല്ലോ. അപ്പൊ അതിനുശേഷം അതടക്കം മറ്റു മനുഷ്യ ജീവിതത്തിലെ പല വിധത്തിലുള്ള ദൈവിക ദൃഷ്ടാന്തങ്ങളെ കൽപ്പനകളെ ധിക്കരിക്കുന്നവർക്കും ദൈവദൂതന്മാരുടെ നിർദ്ദേശങ്ങളെ അവഗണിച്ച് തള്ളിക്കളയുന്നവർക്കും പൊതുവായിട്ടുള്ള ഒരു താക്കീതായി അള്ളാഹു ഈ 8-ാമത്തെ ആയത്തിൽ ഈ കാര്യം ഇങ്ങനെ വിശദീകരിക്കുന്നത്. ഇനി 9-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്ന ഒരു വിഷയം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ഫദാഖത്തു വബാല അംരിക വകാന ആഖിബത്തു അംരിഹാ ഖുസ്റാൻ. ഫദാഖത്ത്, അപ്പൊ ഈ പൂർവികരായ എത്രയോ രാജ്യക്കാരെ അവരെ അള്ളാഹു വിചാരണ നടത്തുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഫദാഖത്ത്, അവർ ആസ്വദിക്കുകയുണ്ടായി, അല്ലെങ്കിൽ അവർ അനുഭവിക്കുകയുണ്ടായി, അവർ രുചിക്കുകയുണ്ടായി. വബാല അംരിഹ, അവരുടെ നിലപാടിന്റെ ദുഷ്ടഫലം അവർ അനുഭവിക്കുകയുണ്ടായി. വകാന ആഖിബത്തു അംരിഹ ഖുസ്റ, അവരുടെ കാര്യങ്ങളുടെ പര്യവസാനം അത് നഷ്ടം തന്നെയായിരുന്നു. കാരണം എന്താ അറിയോ? ഇത്രയും ശക്തരൊക്കെ ആയിട്ട് അവർ അഹങ്കരിച്ചപ്പോ അള്ളാഹു അവരെ വിചാരണ നടത്തുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്തല്ലോ. ആ ശിക്ഷ അതവര് അനുഭവിക്കുകയുണ്ടായി, അവരത് എന്താ പറയാ രുചിക്കുകയുണ്ടായി എന്നാണ് അള്ളാഹു പ്രയോഗിച്ചത്. അപ്പോൾ അവർക്ക് എന്താകും? അത് ആസ്വദിക്കുമ്പോൾ ബാല അംരിക, അവരുടെ നിലപാടിന്റെ ദുഷ്ടഫലം അവരനുഭവിക്കുകയുണ്ടായി. അതായിരുന്നു ആ ശിക്ഷ. അപ്പൊ ഈ ഒരു നിലപാട് അല്ലെങ്കിൽ ഇത്തരം നിലപാടുകൾ എടുക്കുന്ന ആളുകൾക്കും ഈ ശിക്ഷ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും
എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹു പറയുന്നത്. ഇത് പൂർവികർക്കും ഈ ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പ്രവാചകന്മാരിലൂടെ ഈ ഓർമ്മപ്പെടുത്തലുകൾ നൽകിയപ്പോ നിന്റെ ശിക്ഷ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരൂ എന്ന് വെല്ലുവിളിക്കുകയാണ് അവർ ചെയ്തത്. അങ്ങനെ ആ പ്രവാചകന്മാരെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ആ ധിക്കാരികളെ നശിപ്പിക്കുകയും ചെയ്ത സംഭവങ്ങളാണ്. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അവർ ചോദിച്ചു, ആ ജനത ചോദിച്ചു, സ്വാലിഹെ, അങ്ങനെയാണെങ്കിൽ നീ പറയുന്ന ആ ശിക്ഷ ഒന്ന് കൊണ്ടുവരൂ, ഞങ്ങൾ അതൊന്ന് കാണട്ടെ എന്ന്. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആദ് സമുദായം ചോദിച്ചു, നീ താക്കീത് നൽകുന്ന ആ മുന്നറിയിപ്പൊന്ന് ഞങ്ങൾക്ക് കാണട്ടെ എന്ന്. ഇങ്ങനെ ഓരോ ജനതകളും അഹങ്കാരത്തിന്റെ പാരമ്യതയിലെത്തിയിട്ട് അവർ ആ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളോടും പ്രവാചകന്മാരുടെ കൽപ്പനകളോടും ധിക്കാരം കാണിച്ചപ്പോ അള്ളാഹു അവരെ ശക്തമായി വിചാരണ നടത്തുകയും അവരെ കഠിനമായി ശിക്ഷിക്കുകയും ചെയ്തു. എന്നിട്ട് പടച്ചവൻ പറയാട്ടോ, ഫദാഖത്ത്, അവരങ്ങനെ അവരുടെ നിലപാടിന്റെ ദുഷ്ടഫലം അവർ അനുഭവിക്കുകയും അവരുടെ ആ കാര്യങ്ങളുടെ പര്യവസാനം മഹാനഷ്ടവുമായിരുന്നു എന്ന് അള്ളാഹു 9-ാമത്തെ ആയത്തിൽ പറയുന്നു. ഇനി അടുത്ത ആയത്ത് അഥവാ ഇന്ന് നമ്മൾ വായിക്കുന്ന 10-ാമത്തെ ആയത്തില് അള്ളാഹു പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? അഅദ്ദല്ലാഹു ലഹും അദാബൻ ശദീദാ ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ് അല്ലദീന ആമനൂ ഖദ് അൻസലല്ലാഹു ഇലൈക്കും ദിക്റാ. അഅദ്ദല്ലാഹു ലഹും അദാബൻ ശദീദാ, അള്ളാഹു അവർക്ക് കഠിനമായ ശിക്ഷ പരലോകത്ത് തയ്യാറാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ ശിക്ഷയോടെ, ഭൗതികമായ അള്ളാഹുവിന്റെ ശിക്ഷയോടെ അവർക്കുള്ള ശിക്ഷ അവസാനിക്കുന്നില്ല. പരലോകത്ത് അള്ളാഹു അവർക്ക് കഠിനമായ ശിക്ഷ തയ്യാറാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു എന്നുകൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ടോ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പടച്ചവൻ പറയട്ടോ, ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ്, ഫത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, യാ ഉലിൽ അൽബാബ്, ഹേ ബുദ്ധിയുള്ളവരെ, അല്ലദീന ആമനു, സത്യവിശ്വാസികളായ. അപ്പൊ സത്യവിശ്വാസികളായ ബുദ്ധിയുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ സൂക്ഷിക്കണം. അപ്പൊ ഈ ഫത്തഖുല്ലാഹ എന്നാ പറയാ, ഫാ ചേർത്തുകൊണ്ടാ. കാരണം അതിന് മുമ്പ് കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആ പറഞ്ഞതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഫത്തഖുല്ലാ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. കാരണം ഈ ശിക്ഷയ്ക്ക് വിധേയരായ ആളുകൾ അവരുടെ ധിക്കാരവും അവരുടെ അതിരുകവിയലും നിമിത്തം അവർക്ക് ആ തഖ്വ, സൂക്ഷ്മത അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഫത്തഖുല്ലാഹ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. യാ ഉലിൽ അൽബാബ് അല്ലദീന ആമനു, സത്യവിശ്വാസികളായ ബുദ്ധിയുള്ളവരെ അല്ലെങ്കിൽ ബുദ്ധിമാന്മാരെ എന്ന് അള്ളാഹു അഭിസംബോധന ചെയ്യുമ്പോൾ ആ അഭിസംബോധനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം എന്താ അറിയോ? സത്യവിശ്വാസം സ്വീകരിക്കാൻ കഴിയുക ബുദ്ധിയുള്ളവർക്ക് മാത്രമാണ്. കാരണം എന്താ അറിയോ? അവർ ഈ പറയുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും ഖുർആൻ ആവശ്യപ്പെട്ടതുപോലെ അഫലാ യാഖിലൂൻ, അവർ ചിന്തിക്കുന്നില്ലേ? വിശ്വാസകാര്യങ്ങൾ പറയുമ്പോൾ പോലും പടച്ചവൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ പൂർവികരെ ഞങ്ങൾ അനുധാവനം ചെയ്യുകയാണ്, അവരെങ്ങനെയാണോ കണ്ടത് അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചിരുന്ന ആളുകൾ പറഞ്ഞപ്പോ അള്ളാഹു അവരോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അവരൊക്കെ ദുർമാർഗത്തിലാണെങ്കിൽ നിങ്ങളും ആ ദുർമാർഗത്തിലാണോ എന്ന്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ഖുർആൻ ആവർത്തിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം കഴിയും. സത്യവിശ്വാസികൾ ബുദ്ധിയുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ ബുദ്ധിമാന്മാരെ എന്ന അള്ളാഹുവിന്റെ അഭിസംബോധന ഇവിടെ ഏറെ പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം എന്താ? അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് നേർമാർഗം വ്യക്തമായി വിവരിച്ചു തരുന്ന വേദഗ്രന്ഥം അത് ദൈവദൂതന്മാരിലൂടെ നമ്മൾക്ക് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ശരിയെന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അള്ളാഹു ഇറക്കിയ ഒരു കാര്യം നിങ്ങൾ അന്ധമായി വിശ്വസിക്കണം എന്നല്ലല്ലോ ഖുർആൻ പറയുന്നത്. ആ ബുദ്ധിക്ക് അതിൽ കൃത്യമായ സ്ഥാനമുണ്ട്.
അതുകൊണ്ട് ഖുർആൻ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ആവർത്തിച്ച് അഭിസംബോധന ചെയ്യുന്നുണ്ട്. യാ ഉലുൽ അൽബാബ്, ചില സ്ഥലത്ത് യാ ഉലിൽ അൽബാബ് എന്നൊക്കെ പറയുന്നുണ്ട്, ബുദ്ധിയുള്ളവരെ. അപ്പൊ സത്യവിശ്വാസികളെ ബുദ്ധിയുള്ളവരെ എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ബുദ്ധിയില്ലാത്തവരല്ലത് സ്വീകരിക്കുക, ബുദ്ധിയില്ലാത്തവരത് സ്വീകരിക്കൂല. എന്നാൽ ബുദ്ധിയുള്ളവർക്ക് എന്താ അറിയോ, അനശ്വര ജീവിതം മരണശേഷമാണല്ലോ. അപ്പൊ അവിടേക്കല്ല സമ്പാദിക്കേണ്ടത്. ഇവിടത്തെ ജീവിതം എപ്പോഴും ഇന്നോ നാളെയോ ഏത് നിമിഷവും അവസാനിക്കാം. അപ്പൊ ഇവിടേക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം എന്ന് ബുദ്ധിയുള്ളവർ ചിന്തിക്കും. അപ്പൊ അനശ്വരമായി ജീവിതത്തിലേക്ക് എനിക്ക് സമ്പാദിക്കണം. അങ്ങനെയാണ് വിശ്വാസികൾ ബുദ്ധിയുള്ളവരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഒരു ചരിത്രത്തിലൊരു സംഭവം ഈ വിഷയകമായി നമ്മൾക്കൊന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം ആശ്ലേഷിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞതായി ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയട്ടോ, അൽഹംദുലില്ലാഹില്ലദീ ഹദാക, അങ്ങയെ നേർമാർഗത്തിലാക്കിയ അള്ളാഹുവിന് സർവസ്തുതി. ഖദ് കുന്തു അറ, ഞാൻ മനസ്സിലാക്കിയിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു, അറ അലക അഖ്ലൻ, നിനക്ക് ബുദ്ധിയുണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു, ഞാനത് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ റജൗതു അല്ലാ യുസ്ലിമക ഇല്ലാ ഇലാ ഖൈരിൻ, ആ ബുദ്ധി നിന്നെ നന്മയിലേക്കല്ലാതെ നയിക്കുകയില്ല എന്നും എനിക്കറിയാമായിരുന്നു. അപ്പൊ നിനക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് നീ സത്യവിശ്വാസം സ്വീകരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീർച്ചയായും ബുദ്ധിയുള്ളവരോടാണ് ഖുർആൻ സംസാരിക്കുന്നത്. ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഇത് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിടെ അഭിസംബോധന ചെയ്യാട്ടോ, മേൽപ്പറഞ്ഞ പൂർവികരായ ജനതകളുടെ രാജ്യക്കാരുടെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവർക്ക് പരലോകത്തും ശിക്ഷയുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ബുദ്ധിമാന്മാരെ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഖദ് അൻസലല്ലാഹു ഇലൈക്കും ദിക്റ, അള്ളാഹു നിങ്ങൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഉത്ബോധനം അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ. അത് അവതരിപ്പിച്ചത് എങ്ങനെയെന്നും അത് ആരിലൂടെയെന്നും അടുത്ത ആയത്തുകളിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അവിടെ അതിന്റെ തുടർച്ചയായ കാര്യങ്ങൾ നമുക്ക് പറയാം, വിശദീകരിക്കാം. ഏതായിരുന്നാലും വളരെ അർത്ഥവത്തായ, ജീവിതത്തിൽ നമ്മളെ ഏറെ സ്വാധീനിക്കേണ്ട ആയത്തുകളാണ് ഈ പറഞ്ഞതെല്ലാം. അതുകൊണ്ട് തന്നെ അവ നമ്മൾ പഠിക്കുക, വായിക്കുക. അതുപോലെ തന്നെ ഈ വിഷയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരം ക്ലാസ്സുകളെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് അത് നമ്മൾ എത്തിച്ചു കൊടുക്കുക. ഇപ്പൊ ഫേസ്ബുക്ക് ഇല്ലാത്ത ആളുകൾക്ക് ഈ ക്ലാസ് നമ്മൾ കഴിഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്ത് യൂട്യൂബിലും, കാരണം യൂട്യൂബ് എല്ലാവർക്കും കേൾക്കാമല്ലോ, ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളവർക്കാണ് ഫേസ്ബുക്കിൽ ലൈവ് നേരിട്ട് കാണാൻ കഴിയുള്ളൂ. പക്ഷെ യൂട്യൂബ് എല്ലാവർക്കും അത് എന്ത് ചെയ്യാൻ പറ്റും? കേൾക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്ത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ അതിന്റെ ലിങ്കും വിടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് എന്തിനാ വിടുന്നതെന്ന് ചോദിച്ചാൽ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിത് കേട്ടവരാണെങ്കിൽ ആ കേൾക്കാൻ നിങ്ങൾ അറിയുന്ന ആളുകൾക്ക് അത് ഒന്ന് ഷെയർ ചെയ്തു കൊടുത്താൽ അവര് കേട്ടാൽ അതിന്റെ കൂലിയും, അവര് അത് കേട്ട് ഇനി കേൾക്കണം എന്നൊരു താല്പര്യം അവർക്കുണ്ടായാൽ അവർക്ക് ലൈവായിട്ട് തന്നെ ഈ ക്ലാസ് കേൾക്കാനും കഴിയും. അങ്ങനെ ഖുർആൻ പഠിച്ച് അത് ജീവിതത്തിൽ പകർത്താൻ നമ്മൾക്കും അവർക്കും സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.